എൻ്റെ കുഞ്ഞിന് ഏറ്റവും ഇഷ്ടമുള്ള ദിവസങ്ങളിലൊന്നാണ് കേട്ടോ സൺഡേ. കാര്യം മറ്റൊന്നുമല്ല, ഞങ്ങൾ 3 പേര് ഒരുമിച്ചുണ്ടാവുന്ന ദിവസങ്ങളിലൊന്നാണ് സൺഡേ. അന്ന് ഞങ്ങൾ എന്തൊക്കെ തിരക്കുകളുണ്ടായിരുന്നാലും അവന് വേണ്ടി കുറച്ചധികം സമയം മാറ്റി വയ്ക്കും. പുറത്ത് കറങ്ങാൻ പോവലും പാർക്കിൽ പോവലൊക്കെ ആയിട്ട് അന്നൊരാഘോഷം തന്നെയായിരിക്കും വീട്ടിൽ. അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം പാർക്കുകളിലൊക്കെ പോകാനാണ് കേട്ടോ. അവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതും ഒറ്റയ്ക്ക് നടക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ആരും കൈ പിടിക്കുന്നതൊന്നും അവനൊട്ടും ഇഷ്ടമല്ല. ഇനി ചിലപ്പോൾ തോന്നിയാൽ അവനായിട്ട് വന്ന് പിടിക്കാമെന്നല്ലാതെ നമ്മൾ കൈ പിടിക്കുന്നതൊന്നും അവന് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. ഈ പാർക്ക് വന്നിട്ട് പെറ്റ് ഫ്രണ്ട്ലിയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയ ദിവസം തന്നെ അവിടെ ഒരു ഡോഗുമായിട്ട് ഒരു അങ്കിൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരൻ മലയാളിയൊന്നുമല്ല, ഒരു കന്നഡികയാണ്. അപ്പം പുള്ളിക്കാരനായിട്ട് എന്തൊക്കെയോ കുശലാന്വേഷണമൊക്കെ കഴിഞ്ഞ് അങ്ങനെ നടക്കുവാണ് നമ്മുടെ കുഞ്ഞ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണ പോയപ്പോൾ ടോയ്സൊക്കെ എടുക്കാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ അവിടെ കണ്ട ഇലകളോ എന്തൊക്കെയോ വെച്ചിട്ടുള്ള കളിയിലാണ് ഇപ്പം അച്ഛനും കുഞ്ഞും കൂടെ. എന്തായാലും അവനത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അവൻ പിന്നീട് അത് തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ്റെ അച്ഛൻ ചെയ്യുന്ന അതേപോലെ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. അങ്ങനെ കുറേയൊക്കെ അവിടെയുള്ള സാധനങ്ങൾ വെച്ച് നമ്മൾ കളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത ഏരിയ, അതായത് അവൻ്റെ പ്ലേയിങ് ഏരിയയിലോട്ട് പോകാനുള്ള തിരക്കായിരുന്നു അവന്. അവിടെ പ്ലേയിങ് ഏരിയയിൽ അവന് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ സ്ലൈഡാണ്. അതിലിങ്ങനെ ഇറങ്ങി വരാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെയാണ് റിവേഴ്സായിട്ട് കയറി പോകാനും ഭയങ്കര ഒത്തിരി ഇഷ്ടമാണ് അവന്. ഈ സ്ലൈഡിൽ അങ്ങ് കളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആൾ പിന്നെ വിളിച്ചാലൊന്നും വരില്ല കേട്ടോ. അവിടെ ഇരുന്ന് അങ്ങനെ കളിക്കും. പിന്നെ സമയം പോകുന്നതൊന്നും അറിയില്ല. നമ്മൾ ഫോഴ്സ്ഫുള്ളി തിരിച്ചെടുത്തുകൊണ്ട് പോകണം. അങ്ങനെ ഒരു അവസ്ഥയിലേ അവൻ വരത്തുള്ളൂ. കാരണം എന്താണെന്നറിയത്തില്ല, അവന് കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്ലൈഡ്. ഒന്ന് ബോറടിക്കുന്നവരെ ആൾ ഈ കളി തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇത്തവണ പുതിയതായിട്ട് കണ്ടെത്തിയതാണ് 2 സൈഡിലും കാല് വെച്ചിട്ടങ്ങ് ലോക്ക് ചെയ്യുന്നൊരു ട്രിക്ക്. അവൻ പലതരം കളികളൊക്കെ ട്രൈ ചെയ്ത് ഒന്ന് ആൾ ടയേർഡ് ആവണം, അതുവരെ അവൻ അത് വിട്ട് ആ സ്ലൈഡ് വിട്ട് വരില്ല. അവിടെ വരുന്ന ഒരു കുട്ടികളെ ആ സ്ലൈഡ് കയറാനൊട്ട് വിടുകയില്ല. അങ്ങനെ കുറേ നേരത്തെ കളികൾക്ക് ശേഷം നമ്മുടെ ആശാൻ്റെ എനർജി ലെവലൊന്ന് ഡൗൺ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ നൈസായിട്ട് വീട്ടിലോട്ട് പോകാനുള്ള പ്ലാനിലാണ്. അപ്പം നമ്മൾ വീട്ടിലോട്ട് പോകാൻ ഇറങ്ങിയപ്പോഴാണ് നിഖിലേട്ടൻ പറഞ്ഞത് നമുക്ക് വല്ലതും കഴിച്ചിട്ട് പോകാമെന്നുള്ളത്. അപ്പോൾ ഒത്തിരി നാളുകളായിട്ട് ഞാൻ ആഗ്രഹിച്ച ഒരു സ്ഥലത്തോട്ടാണ് ഇപ്പോൾ ഇവരെന്നെ കൊണ്ടുപോകുന്നത്. എവിടെ പോവാ? മുക്കിലെ വീട്ടിലേക്ക്. റോഡിലൂടെ ക്യാമറയും പിടിച്ച് നടന്നതിന് എനിക്ക് കണക്കിന് ചീത്ത കേട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാനതൊന്നും കാര്യമാക്കുന്നില്ല. അപ്പോൾ നമ്മളൊരു ഡെഡ് ബൈ ചോക്ലേറ്റും ബ്ലാക്ക് കറന്റ് ഫ്ലേവർ ഐസ്ക്രീമാണ് പറഞ്ഞിരിക്കുന്നത്. നിഖിലേട്ടൻ പ്യുവർ വെജ് ആയതുകൊണ്ട് ഡെഡ് ബൈ ചോക്ലേറ്റ് കഴിക്കാൻ പറ്റത്തില്ല. എൻ്റെ ഒത്തിരി കാലത്ത് ആഗ്രഹമായിരുന്നു ഈ ഡെഡ് ബൈ ചോക്ലേറ്റ് ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഇതാണ് സാധനം. അപ്പോൾ കുഞ്ഞ് നമ്മളെക്കാട്ടും മുന്നേ ഇതൊക്കെ എടുത്ത് ഇളക്കി പിടിച്ച് കഴിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അവൻ ഓൾറെഡി ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവന് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റി. എന്നാലും നമ്മൾ ഇച്ചിരി ഒന്ന് കൊടുത്തൊക്കെ നോക്കി ആശാന്. അവൻ കഴിക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞിന് നമ്മൾ ഐസ്ക്രീംസൊക്കെ കൊടുക്കുന്നത് പൊതുവേ കുറവാണ്. അപ്പോൾ ഇപ്പോൾ കൈ കിട്ടിയ സമയത്ത് അവനത് ആഘോഷമാക്കി എല്ലായിടത്തും വലിച്ച് വാരി പൂശി എറിയാണ്. അപ്പോൾ എല്ലാവരും ഡെഡ് ബൈ ചോക്ലേറ്റ് ട്രൈ ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.